തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന നാടകീയമായ സംഭവങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം അവിടെ നടന്നത് പിന്നെ സംഭവിക്കുന്നതൊക്കെ വമ്പൻ ടെസ്റ്റുകളാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് മോദി CPM നേതാക്കളെ വിളിക്കുന്നു, നോട്ട് ദ ബോയ്, CPM നേതാക്കളെ വിളിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ BJP-യോടൊപ്പം ചേരണം, കോൺഗ്രസിനോടൊപ്പം നിൽക്കരുത്, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വിളി വന്നു. CPM നേതാക്കളെല്ലാം BJP-യിലേക്ക് പോയി. എന്ത് തോന്നുന്നു? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-ക്കെതിരായിട്ട് ഒരു അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവരുന്നു. 20 അംഗങ്ങളാണ് അവർക്കുള്ളത്. 29 അംഗങ്ങളുള്ള CPM കൂടെ സഹകരിച്ചാൽ എന്തോ നടക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷ. ഇപ്പം എന്തായാലും ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് 1/3 അംഗങ്ങളുടെ മൊത്തത്തിലുള്ള അവിടെ വേദിയിലുണ്ടാകേണ്ട അല്ലെങ്കിൽ ഹാളിലുണ്ടാകുന്ന 1/3 എന്ന് പറഞ്ഞാൽ ഒരു 35 ടു അധികം ആളുകളുടെയൊക്കെ വേണം. പക്ഷെ ഈ രീതിയിൽ ഒരു UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു കൂട്ടായ്മ അതെന്തായാലും സംഭവിക്കില്ല. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താ, മോദി ഡൽഹിയിൽ നിന്ന് വിളിച്ചു, അല്ലെങ്കിൽ ഡൽഹിയിലെ BJP നേതാക്കളെ വിളിച്ചിട്ട് CPM-ന്റെ അടുത്ത് പറയണം, നിങ്ങൾ അവരുടെ കൂടെ ചേരരുത്, അവരുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പിണറായി വിജയന്റെ മോളെ പിടിച്ചകത്താക്കും. എന്ത് പോഴത്തോ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. സത്യത്തിൽ ED-യുടെ കേസ് എന്താ, പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നത് വീണ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ട് CMRL എന്ന് പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് പണം വാങ്ങുന്നു. ഈ പണം വാങ്ങിയത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് എന്നുള്ള മൊഴിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതായത് വീണ തൈക്കണ്ടിയെ പ്രതി പോലും ആക്കാതെ ഇവിടെ മാപ്പ് സാക്ഷിയാക്കണമെങ്കിൽ അങ്ങനെയും ആക്കിയിട്ട് പിണറായി വിജയനിലേക്ക് അന്വേഷണം പോകും. അതുമായി ബന്ധപ്പെടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ സൃഷ്ടിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് BJP-ക്ക് ഭരണം കിട്ടിയ കോർപ്പറേഷൻ ആണല്ലോ. ആ കോർപ്പറേഷനിൽ ഭരണം അട്ടിമറിക്കാൻ UDF ശ്രമിക്കുമ്പോൾ CPM അവരുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ശത്രുക്കളെ പോലെ നിന്ന 2 മുന്നണികൾ ഒന്നിച്ചു ചേർന്നിട്ട് BJP-യെ പുറത്താക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഒരു സംശയം, ഇപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം എന്ന് പറയുന്ന പ്രത്യേക വേർതിരിവൊന്നും ഇല്ലയോ? ഈ ഭരണപക്ഷമായി UDF പറയുന്ന എല്ലാ കാര്യങ്ങളും CPM കൈയടിച്ച് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്, ഒന്നുമല്ലല്ലോ. അപ്പൊ ഇവിടെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നത്? ഇവിടെ നമുക്ക് സംശയം തോന്നാവുന്നത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യുന്നില്ലേ, 2 തവണ ED വന്ന് വിളിച്ചിറക്കി ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം SFIO ചോദ്യം ചെയ്തതിന്റെ ബാക്കിയുള്ള രേഖകളെല്ലാം സമർപ്പിക്കുന്നു. ഈ എക്സാലോജിക്കിന്റെ കമ്പനിയിലെ മുൻ ജീവനക്കാർ നൽകിയ മൊഴിയെല്ലാം വീണയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ട് വീണയെ അറസ്റ്റ് ചെയ്യുന്നില്ല? അതിന് ED-ക്ക് കൃത്യമായ പ്ലാനുണ്ട്. കാരണം വീണ മാത്രമല്ല ഈ അഴിമതി കേസിൽ ഇടപെട്ടേക്കുന്നത്, വീണയ്ക്ക് വേണ്ടി നിർണായകമായി ഇടപെടൽ നടത്തിയ മറ്റൊരാളുണ്ട്. ആ മറ്റൊരാളിലേക്ക് ED-യുടെ അന്വേഷണം ചെന്ന് പെടണം. പക്ഷെ അങ്ങനെ ചെന്ന് പെടണമെങ്കിൽ അയാൾ കള്ളപ്പണം ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവ് വേണം. എങ്കിൽ മാത്രമേ ED-ക്ക് അയാളെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. ഇതങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പണം മുഴുവൻ കൈകാര്യം ചെയ്താരാ? അങ്ങനെ നോക്കുമ്പോൾ സൂചനകൾ വരുന്നത് പിണറായി വിജയനിലേക്കാണ്. അതായത് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്കെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി CPM-ന്റെ തിരുവനന്തപുരത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴേ ശ്രീജയ് നമുക്ക് ചിരിയാണ് വരുന്നത്. കാരണം നേരത്തെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സമയത്ത് ആരോപിച്ചതാണ് CPM BJP ഡീൽ ഉണ്ട് എന്നൊക്കെ. ഇപ്പൊ ലാവ്ലിൻ കേസൊക്കെ മാറ്റി വെക്കുമ്പോൾ BJP CPM തമ്മിൽ എന്തോ ഡീലുണ്ട്, ED അന്വേഷണം വരാത്തതിന് പിന്നിൽ അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. എപ്പോഴും CPM BJP ഡീല് ഇപ്പൊ 3 BJP ജയിച്ചു കയറിയത് 3 CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നുവെങ്കിൽ CPM-നെ പരാജയപ്പെടുത്തിക്കൊണ്ട് BJP-ക്ക് വരാൻ കഴിയില്ലല്ലോ. ഇപ്പൊ കഴക്കൂട്ടത്തായാലും തിരുവനന്തപുരത്തായാലും പിന്നെ ചാത്തന്നൂരായാലും 3 CPM-ന്റെ നേതാക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥിതി എന്താണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷം ഭരിച്ചത് CPM ആണ്. തിരുവനന്തപുരത്ത് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കാൻ CPM-ന് 45 വർഷം കൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഇല്ല. ജനങ്ങൾക്ക് മടുത്ത് അവർക്കിനി 1 ഇഞ്ച് പോലും അവരെ ആ സ്ഥാനത്ത് വച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ നേരെ BJP-ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത്. ഈ BJP സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ അവരെന്ത് ചെയ്തു? കോർപ്പറേഷനിൽ ഇപ്പോൾ വികസനം അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഒരു വർഷം എങ്കിലും കൊടുക്കണം ഒരു ഭരണസമിതിക്ക്, അല്ലെ? ആ 1 വർഷം കൊണ്ട് അവരെന്ത് ചെയ്തു എന്നുള്ളത് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഇനി അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ ഞാൻ നേമത്ത് താമസിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം നേമത്ത് മിക്ക സ്ഥലങ്ങളിലും BJP-യുടെ കൗൺസിലർമാരാണ്. ചെറിയ ഇടവഴികൾ പോലും ടാറിടാനും അല്ലെങ്കിൽ ഒരു പ്രശ്നം പോയി പറഞ്ഞാൽ അത് കൃത്യമായി പരിഹരിക്കാനും അതിന് CPM ആണോ കോൺഗ്രസ് ആണോ എന്നില്ല. പണ്ട് ശിവൻകുട്ടിയൊക്കെ MLA ആയിരിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മളെന്ന് വെച്ചാൽ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും അണികൾ എന്തെങ്കിലും ആവശ്യമായി പോയാൽ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം സഹായിക്കുകയും ചെയ്യുന്നത്. ഇത് തന്നെയാണ് BJP നേമത്ത് ചെയ്യുന്നത്. അതായത് അതുകൊണ്ടാണ് നേമം എപ്പോഴും BJP-യോടൊപ്പം നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ആശുപത്രി കേസ്
ഒരു വിവാഹത്തിന്റെ കാര്യം, പഠനത്തിന്റെ കാര്യം ഒക്കെ പറഞ്ഞാൽ അവര് മനസ്സറിഞ്ഞു നിന്ന് അത് സഹായിക്കും. അതുപോലെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ്, ആ നേമത്ത് നമ്മളൊക്കെ താമസിക്കുന്ന അവിടെ ഒന്ന് നോക്കിയാൽ അറിയാം, ആ ഏരിയയിൽ എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളോ എന്തെങ്കിലും വെള്ളം പോവാതെ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളോ ഉണ്ടോ എന്നുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ സിറ്റിക്കകമെന്ന് പറയുമ്പോൾ കുറെ വൃത്തിയാക്കാനുണ്ട്. കുറെ ഓടകൾ ഇതൊക്കെ വൃത്തിയാക്കി വെള്ളം കൃത്യമായി ഒലിച്ചു പോകാനുള്ള സൗകര്യം ചെയ്യാനുണ്ട്. ഇപ്പൊ ഇത്തവണ മഴ വന്നപ്പോൾ വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന പോസ്റ്റ് കണ്ടില്ലേ? തിരുവനന്തപുരം വെള്ളത്തിൽ മുങ്ങി. 45 വർഷം ഭരിച്ചിട്ട് ആ വെള്ളം ഒന്ന് ഒഴുക്കി കളയാൻ പറ്റാത്തവരാണ് 3 മാസം അധികാരത്തിലിരുന്ന BJP ഈ എന്താ നാണം കെടുത്താൻ വേണ്ടി പോസ്റ്റ് ഇടുന്നത്. 45 വർഷം ഭരിച്ച നിങ്ങളല്ലേ, എന്താ നിങ്ങൾക്ക് ആ വെള്ളം ഒന്ന് ഒഴുക്കി കളഞ്ഞാൽ പറ്റില്ലേ? ഇതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇത്തവണ ആറ്റുകാൽ പൊങ്കാല, എല്ലാ തവണയും ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരാതികൾ ഉണ്ടാകും. ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയത്താണ് അതിൽ ഏറ്റവും വലിയ പരാതി. ഇത്തവണ എല്ലാം കൃത്യമായി പൊങ്കാലയ്ക്ക് പോകാൻ കൂടി വല്ലാത്തൊരു ആവേശമായിരുന്നു എല്ലാവർക്കും. കാരണം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, അവിടെ ജാതി മത ഭേദമന്യേ എല്ലാത്തിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന തിരുവനന്തപുരത്തുകാരുടെ ഒരു വലിയ ഉത്സവമാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. സ്വാഭാവികമായും അതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകാനും വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും പാർക്കിങ്ങിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും അങ്ങനെ എല്ലാത്തിനും. ഇപ്പൊ മഴ വരുമ്പോൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയില്ല. അതങ്ങനെയാണ്. വെള്ളം മുട്ടിന് മുകളിൽ വരെ വെള്ളം കയറി നമുക്ക് വാഹനങ്ങൾ വരെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരും. ഇത്തവണ അതിനൊക്കെ കുറെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മൾ 1 വർഷം അവർക്ക് സമയം കൊടുക്കണം. പിന്നെ സത്യപ്രതിജ്ഞ, ബലിദാനം, അതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. കാരണം ഒരു ഭരണഘടനാപരമായി അധികാരത്തിലേറുന്ന ഒരു ഭരണസമിതി ചെയ്യേണ്ടത് ബലിദാനികളെ, അത് ഓരോരുത്തരുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് രക്തസാക്ഷികളുണ്ടാവും, ബലിദാനികളുണ്ടാവും. അത് ഭരണഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ എന്നുള്ളത്. പിന്നീട് അത് അസാധുവാക്കിയത് ഉടൻ തന്നെ 19 MLA-മാർ, സുഗതൻ കാപ്പ കേസിൽ കൗൺസിലർമാർ, അവർ 19 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ആ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇരുന്നവരാണ് മേയറും ഡെപ്യൂട്ടിമാർ. അതുകൊണ്ട് അവര് വീണ്ടും ഇതിലേക്ക് ഇടപെടണം എന്നൊക്കെ പറഞ്ഞു വരുന്നപ്പോ CPM BJP കൂടെ ഒന്നാകാൻ, ഈ CPM BJP ഒന്നായാൽ സിനി കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ നിയമസഭയിൽ ഇവരല്ലേ ഏറ്റുമുട്ടുന്നത്. BJPക്ക് 3 MLA-മാരല്ലല്ലോ. പിണറായിയെ കിടന്ന് തള്ളക്കി വിളിച്ച് ബഹളം വയ്ക്കുന്നത് മുഴുവൻ ഈ VD സതീശനല്ലേ. നിങ്ങൾ കോർപ്പറേഷനിൽ ഒന്നാകുകയും നിയമസഭയ്ക്ക് എങ്ങനെ 2ആവുകയും ചെയ്യും എന്നൊരു ചോദ്യം വരുമ്പോൾ മിണ്ടാൻ കഴിയുമോ? പിന്നെ മാത്രമല്ല ഇവർ പറയുന്ന സാങ്കേതികത്വം ശരിയില്ല. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ഇപ്പോഴും ഒരു തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ. അപ്പൊ വെറുതെ ഒരു ഓളം സൃഷ്ടിക്കുന്നു. അപ്പൊ UDF ആ ഓളം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കും. കാരണം കോൺഗ്രസ് ആണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്. അതുകൊണ്ട് കോർപ്പറേഷനിൽ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയിക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമം പൊളിയാണ്, അല്ലെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നതാണെന്ന് അറിയുന്നതുകൊണ്ട് കൂടിയാണ് LDF അതിനകത്ത് കൈ കൊടുക്കാത്തത്. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ BJPയെ പുറത്താക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അവർ അന്വേഷിച്ചാൽ മതി, അല്ലെ ചിന്തിച്ചാൽ മതി. ഇത് അതുപോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് LDF-ന്റെ സഹായം കിട്ടും, അല്ലെ CPM-ന്റെ സഹായം കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത്? ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിനെ സഹായിച്ചില്ലെങ്കിൽ ഉടനെ കോൺഗ്രസ് പറയും നിങ്ങൾ മോദിയും അതുപോലെ തന്നെ CPM-ഉം തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല, സംസ്ഥാനത്ത് ഇലക്ഷൻസിന്റെ സമയത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റുപോയി, അല്ലെ ഞങ്ങൾക്ക് അത്രയും സീറ്റ് കിട്ടാഞ്ഞത്, BJP-യുമായിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിനപ്പുറത്തേക്ക് BJPക്ക് എന്താണ് ഈ പറയുന്ന ദേശീയ നേതൃത്വത്തിന് ഒരു കോർപ്പറേഷനോട് ഇത്ര വലിയ താല്പര്യം? ഇവിടെ ഒരു കോർപ്പറേഷൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ BJP-യുടെ താഴെ തട്ടുള്ള പ്രവർത്തനം അവിടെ കൃത്യമായിട്ട് നടത്തിയതുകൊണ്ടാണ്. അങ്ങനെ താഴെ തട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 വിജയിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ വലിയൊരു വേരോട്ടം ഉണ്ടാക്കാനായിട്ട് BJPക്ക് സാധിച്ചു. ഭാവിയിൽ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. അങ്ങനെ പ്രതിഫലിച്ചാൽ ഇപ്പോൾ UDF-നും അതുപോലെ തന്നെ LDF-നും കിട്ടിക്കൊണ്ടിരിക്കുന്ന സീറ്റുകൾ നഷ്ടമാകും. ഇതാണ് ആത്യന്തികമായ പ്രശ്നം. ഇപ്പോൾ എന്താണ്, മഴ കനക്കുന്നതേ ഉള്ളൂ. ഈ മഴ കനത്താൽ തിരുവനന്തപുരം എന്തായാലും ഈ തമ്പാനൂർ പ്രദേശം വെള്ളത്തിൽ മുങ്ങുന്ന കാര്യത്തിൽ സംശയമുണ്ടല്ലോ. അങ്ങനെ വെള്ളത്തിൽ മുങ്ങുകയും കനാലുകളിൽ വെള്ളം നിറഞ്ഞിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്താൽ അപ്പോൾ BJPക്കെതിരെ എടുത്ത ഒരു ആയുധം ഉപയോഗിക്കണം. അതിനുവേണ്ടിയിട്ട് ഇപ്പോഴേ കുറെ സമ്മർദ്ദമൊക്കെ ചെലുത്തുന്നു. ഈ സമ്മർദ്ദം ചെലുത്തുന്ന മുഴുവൻ ചീറ്റിപ്പോവും. എന്നാൽ അപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും BJPയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ട്. കാരണം ഇത്രയും നാൾ ഭരിച്ച CPM എന്താ ചെയ്തേ? ഇവർ കനാൽ വൃത്തിയാക്കിയോ, അല്ലെങ്കിൽ ഇവർ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചോ? ഇവിടെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുമ്പോൾ അതിനുള്ള പരിഹാരം കണ്ടോ? വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചിരിക്കോ? അപ്പോൾ ആ ഫയലുമായിട്ട് എടുത്ത് BJP കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, നിങ്ങളെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അവരെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. കോൺഗ്രസ് അങ്ങോട്ട് CPM-നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു, CPM തിരിച്ച് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നതിനപ്പുറത്തേക്ക് BJP-യുമായിട്ട് ഇവർക്ക് യാതൊരു ഡീലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണ്, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു, അല്ലെ ഡൽഹിയിലുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് പിണറായി വിജയന്റെയും മകളെയും രക്ഷപ്പെടുത്തു. അപ്പോൾ
തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറിനെ പുറത്താക്കുന്നതും ഇവിടെ ED വീണ വിജയനെയും അതുപോലെ പിണറായി വിജയനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നരേറ്റീവ് സൃഷ്ടിക്കുന്നവരുടെ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ? തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരം എന്താ പറയുക ബാലിശമായ കാര്യങ്ങൾ മോദിക്ക്, അമിത്ഷായ്ക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJPക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അവർക്ക് ഈ കോർപ്പറേഷൻ അവർ കൃത്യമായി അത് ഭരിക്കാൻ ചങ്കുറപ്പുള്ള ആളുകളെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. VV രാജേഷ് എന്നൊക്കെ പറയുന്നത് തോൽവിയുടെ മധുരം നന്നായി അറിഞ്ഞ് വിജയത്തിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ. അതിനെ മോദി അവിടെ നിന്ന് വിളിച്ച് അദ്ദേഹത്തിന് ഡെയിലി ക്ലാസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. മോദിക്ക് നന്നായിട്ട് അറിയാം VV രാജേഷ് കൃത്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ നന്നായി കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഈ പാപ്പരാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ മീഡിയയും കൂടെ പെടുമല്ലോ ഇതില്. അതുകൊണ്ട് അത് വേണ്ട. പിന്നെ കോൺഗ്രസിന് കുഴലൂത്തുന്ന കുറെ എണ്ണം എന്തിനാണ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നിങ്ങളുടെ ഇത് നടക്കട്ടെ, കാരണം നിങ്ങൾക്കും ജീവിക്കണമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.